Theorem 3.3. A basic feasible solution to an LPP must correspond to an extreme point of the set of all feasible solutions and conversely. അതായത് ഒരു എൽ പി പിൻ്റെ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഫീസിബിൾ സൊല്യൂഷൻ്റെ ഒരു എക്സ്ട്രീം പോയിൻ്റ് ആയിരിക്കും. കോൺവേഴ്സ്ലി നമ്മൾ സെറ്റ് ഓഫ് ഓൾ ഫീസിബിൾ സൊല്യൂഷൻ്റെ ഒരു എക്സ്ട്രീം പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ ആ എക്സ്ട്രീം പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു എൽ പി പിൻ്റെ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആയിരിക്കും. ഈ തിയറത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തതാണ്. അതായത് ഒരു എൽ പി പിയുടെ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എടുത്താൽ അത് ദ സെറ്റ് ഓഫ് ഓൾ ഫീസിബിൾ സൊല്യൂഷൻ്റെ എക്സ്ട്രീം പോയിൻ്റ് ആയിരിക്കും നമ്മൾ പ്രൂവ് ചെയ്തതാണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് നമ്മൾ ഈ സെറ്റ് ഓഫ് ഓൾ ഫീസിബിൾ സൊല്യൂഷൻ്റെ ഒരു എക്സ്ട്രീം പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ ദാറ്റ് എക്സ്ട്രീം പോയിൻ്റ് ഈസ് എ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ടു ആൻ എൽ പി പി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് നമ്മൾ ഇതിൽ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി പ്രൂവ് ചെയ്തതായിരുന്നു. സോ നമ്മളിവിടെ സെക്കൻഡ് പാർട്ടാണ് പ്രൂവ് ചെയ്തത്. സോ I let some x star equal to x1, x2, etc. xn be a extreme point of the set of all feasible solutions. എക്സ്ട്രീം പോയിന്റ്, അതായത് ഈ എക്സ് സ്റ്റാറിനെ ഞാൻ സെറ്റ് ഓഫ് ഓൾ ഫീസിബിൾ സൊല്യൂഷൻ്റെ ഒരു എക്സ്ട്രീം പോയിൻ്റായി ചൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്ലൈം എന്ന് പറയുന്നത് ഈ എക്സ് സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ അവർ ക്ലൈം ഈസ് ദിസ് എക്സ് സ്റ്റാർ ഈസ് എ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. ഓക്കെ, ആൻഡ് വി ഹാവ് നമുക്ക് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ്റെ ഡെഫിനേഷൻ അറിയാവുന്നതാണ്. നമ്മുടെ ജനറലി സം എ എക്സ് സ്റ്റാർ ഈക്വൽ ടു ബി ആവണമായിരുന്നു. ആൻഡ് നമ്മളതിൻ്റെ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആണെന്ന് പറയുകയാണെങ്കിൽ എക്സ്ട്രാ ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്തായിരുന്നു ചെയ്തത്, ഈ എയിൽ നിന്നും ഈ എയുടെ സം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ് കൊണ്ട് നമ്മളൊരു ബി പറഞ്ഞ മെട്രിക്സ് കൺസിഡർ ചെയ്യും. സൈസ് ദാറ്റ് ബി എക്സ് സ്റ്റാർ ഈക്വൽ ടു ബി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആയിരിക്കും. സോ to prove this x star is a basic feasible solution, we have to prove the column vectors of A associated with the non-zero variables are linearly independent. നമ്മൾ ഷോ ചെയ്യാൻ പോകുന്നത്, അതായത് ഈ ബിയിലെ ഈ എക്സ് സ്റ്റാർ എന്ന് പറയുന്നത് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആണെങ്കിൽ ഇതിന് ഒബ്വിയസ്ലി ഇറ്റ് സാറ്റിസ്ഫൈ ബി എക്സ് സ്റ്റാർ ഈക്വൽ ടു ബി. ഇവിടെ ബി എന്ന് പറയുന്നത് ഈ എയുടെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയ കോളംസ് കൊണ്ട് കൺസിഡർ ചെയ്യുന്ന ഒരു മെട്രിക്സ് ആയിരിക്കും. So to prove this x star is a basic feasible solution, we have to prove the column vectors of A associated with the non-zero variables are linearly independent. Okay, since what is our x star? Our x star equal to some x1, x2, etc. xn, and some components of this x star may be 0. അല്ലേ, അതിൻ്റെ ചില കോമ്പണൻസ് വേണമെങ്കിൽ 0 ആയിരിക്കും. So we suppose that the first p components of this x star are positive and the remaining n minus p are 0. നമ്മൾ ഇതിൽ ആദ്യത്തെ p components എന്ന് പറയുന്നത് x സ്റ്റാറിൻ്റെ ആദ്യത്തെ p components എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെന്നും ആ റിമെയിൻ ചെയ്യുന്ന n മൈനസ് p components എന്ന് പറയുന്നത് 0 ആണെന്നും നമ്മൾ അസ്യൂം ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് അവർ എക്സ് സ്റ്റാർ ഈക്വൽ ടു x1, x2, etc. xp. ഈ x1, x2, etc. xp എന്ന് പറയുന്നത് x1, x2, etc. xp എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ബാക്കി n മൈനസ് p കോമ്പണൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദാറ്റ് ഈസ് ദിസ് ഈസ് 0, 0, 0. നൗ വി ഹാവ് അവർ a x star equal to b, which implies x1 a1 plus x2 a2 plus etc. plus xp ap equals p. അല്ലേ, കാരണം ബാക്കി ഈ x1, x2, etc. xp മാത്രമേ പോസിറ്റീവ് ആയിട്ടുള്ള, ബാക്കി എല്ലാ ഈ കോമ്പണൻസ് എന്ന് പറയുന്നത് 0 ആണ്. സോ വി ഹാവ് x1 a1 plus x2 a2 plus etc. plus xp ap equal to b, where ai's belongs to capital A. അല്ലേ, ഈ ai's എന്ന് പറയുന്നത് എയിലെ കോളംസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ദെൻ അവർ ക്ലൈം ബിക്കം ദിസ് a1, a2, etc. ap ആർ ലീനിയർലി ഇൻഡിപെൻഡൻസ്. ദാറ്റ് ഈസ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത് the column vectors of A associated with the non-zero vectors are linearly independent, and we have
x1 a1 plus x2 x2 etc. plus xp ap equal to b, where a's are the columns of matrix A. So now our claim is this a1 a2 etc. ap are linearly independent. ഇനി നമുക്ക് ഷോ ചെയ്യേണ്ട അപ്പോൾ നമ്മുടെ a1 a2 etc. ap എന്ന് പറയുന്നത് linearly independent ആണെന്നാണ്. Okay. On the contrary, we suppose that this a1 a2 etc. ap are not linearly independent. We suppose that this a1 a2 etc. ap are not linearly independent. If they are not linearly independent, then we can say that there exist some scalars. There exist some scalars alpha j, not all zeros. There exist some alpha j, not all zero, such that alpha 1 a1 plus alpha 2 a2 plus etc. plus alpha p ap equal to 0. That is, on the contrary, we suppose that this a1 a2 etc. ap are not linearly independent. Then by definition we can say that there exists some scalars alpha j, not all zero, such that alpha 1 a1 plus alpha 2 a2 plus etc. plus alpha p ap equal to 0. That is, summation j equal to 1 to p alpha j aj equal to 0. Now, for some arbitrary epsilon greater than 0, we have summation j equal to 1 to p xj aj plus or minus epsilon summation j equal to 1 to p alpha j aj equals p. അല്ലേ? കാരണം from this we have summation j equal to 1 to p alpha j aj equal to p, and this is 0. ഇത് 0 ആണ്. So this summation j equal to 1 to p alpha j aj equal to b plus epsilon into 0, that is b. Okay. Now നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് we have this, that is, we have summation j equal to 1 to p xj aj plus epsilon summation j equal to 1 to p alpha j aj equal to p, or we can write this as this is equal to, this also can return as summation j equal to 1 to p xj plus or minus epsilon alpha j into aj equal to b. Okay. Now I choose some x1 x2 such that x1 equal to x1 plus epsilon alpha 1, x1 plus epsilon alpha 1, and next component j, when j equal to 2, this become x2 plus epsilon alpha 2, x2 plus epsilon alpha 2 plus etc. When j equal to p, this become xp plus epsilon alpha p. Then the remaining components are 0. I choose this x1 as ഈ എലമെൻറ്റ്സ് ആയിട്ട്, അതായത് ഇതിന് നമ്മൾ എഴുതാണ് some x1 j equal to 1 to p, we write this as x1 equal to x1 epsilon alpha comma x2 plus epsilon alpha 2 plus etc. xp plus epsilon alpha p. Then the remaining n minus p components are 0, and I choose x2 equal to what is this? This is xj plus or minus epsilon alpha j, and ഇതിൽ j equal to 1 to p xj plus epsilon alpha j നെയാണ് ഞാൻ x1 എന്ന് എടുത്തേക്കുന്നത്, and x2 നെ j equal to 1 to p xj minus epsilon alpha j. So x2 equal to x1 minus epsilon alpha 1, x2 minus epsilon alpha 2 plus etc. xp minus epsilon alpha b, and the remaining components are 0 0 0 0. Okay. അങ്ങനെയാണെങ്കിൽ then we have this x1 and x2 satisfy this x1 and x2 satisfy a x star equal to b. Okay, now we select epsilon such that 0 less than epsilon less than minimum of xj divided by mod alpha j. We choose epsilon such that 0 less than epsilon less than minimum of
xj divided by mod alpha j, where j equal to 1, 2, etc. to n. Then clearly the first p components of this x1 and x2 are always positive. അല്ലേ? കാരണം നമുക്ക് x1, x2, etc. xp എന്ന് പറയുന്നത് പോസിറ്റീവാണ് ആൻഡ് ഈ എപ്സിലോൺ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. സോ ഇതിൻ്റെ സമ്മ ഇത് ഓൾറെഡി ഈ x1, x2 ഈ എൻട്രീസ് ഒക്കെ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് ഒന്നുകൂടി പറയാം, നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഈ x1, x2, etc. xp എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെന്നുണ്ട്. ആൻഡ് വി ഹാവ് ആർ ആൽഫ ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ 0. സോ ഈ സമ്മ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ദാറ്റ് ഈസ് ഈ x1ൻ്റെ പി കോമ്പണൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. സിമിലർലി x2ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ x1, x2, etc. xp എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ആൻഡ് നമ്മൾ എപ്സിലോണിന് ചൂസ് ചെയ്തേക്കുന്നത് ഇൻ സച്ച് എ വേ ദാറ്റ് 0 ലെസ് ദാൻ എപ്സിലോൺ ലെസ് ദാൻ മിനിമം ഓഫ് എക്സ് ജെ ഡിവൈഡ് ബൈ മോഡ് ആൽഫ ജെ. ദാറ്റ് മീൻസ് ഈ ഓരോ എപ്സിലോൺ ആൽഫ ജെ എന്ന് പറയുന്നത് ഈ എക്സ് ജെക്കാളും കുറവായിരിക്കും. ദാറ്റ് മീൻസ് ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതായത് x2ൽ ആദ്യത്തെ പി കോമ്പണൻസ് 0 ആയിരിക്കും. Okay, that is the first p components of this x1 and x2 are always positive. And the remaining n minus p components in x1 and x2 are 0. Which implies this x1 and x2 are feasible solutions. അല്ലേ? കാരണം എന്താണ്? നമ്മൾ ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എക്സ് സ്റ്റാറിനെ ഒരു സെറ്റ് ഓഫ് ഓൾ ഫീസിബിൾ സൊല്യൂഷൻ്റെ ഒരു എക്സ്ട്രീം പോയിന്റ് ആയിട്ട് എക്സ് സ്റ്റാറിനെ ചൂസ് ചെയ്തിരുന്നു. ആ എക്സ് സ്റ്റാറിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? എക്സ് സ്റ്റാറിൻ്റെ ആദ്യത്തെ പി കോമ്പണൻസ് പോസിറ്റീവും ബാക്കിയുള്ള n മൈനസ് പി കോമ്പണൻസ് 0 ആയിരുന്നു. അങ്ങനെയായിരുന്നു നമ്മൾ ഈ എക്സ് സ്റ്റാറിനെ ചൂസ് ചെയ്തത്. ആൻഡ് നമുക്ക് ഇവിടെ കിട്ടി നമ്മുടെ x1ഉം x2 എന്ന് പറയുന്നത് എ എക്സ് സ്റ്റാർ ഇക്വൽ ടു പി പറഞ്ഞ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ അതിൽ ആദ്യത്തെ പി കോമ്പണൻസ് പോസിറ്റീവും റിമൈനിങ് n മൈനസ് പി കോമ്പണൻസ് എന്നൊരു 0 ആയിരിക്കും. That means that this x1 and x2 are feasible solutions. Their x1 and x2 are feasible solutions different from x star. Alle? Different from x star. And 1/2, what is 1/2 x1 plus 1/2 x2? This is equal to, ഇത് ആഡ് ചെയ്താൽ എന്തായിരിക്കും? അതായത് ഓരോ എൻട്രീസ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ വി ഹാവ് ഹിയർ x1 പ്ലസ് എപ്സിലോൺ ആൽഫ 1/2 പ്ലസ് x1 മൈനസ് എപ്സിലോൺ ആൽഫ 1/2. അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ ആൽഫ 1ഉം എപ്സിലോൺ ആൽഫ 1ഉം ക്യാൻസൽ ആവും. ബാക്കി നമുക്ക് കിട്ടുന്നത് 2x1/2 ദാറ്റ് ഈസ് x1 അല്ലേ? സിമിലർലി നമുക്കിത് കിട്ടുന്നത് x1, x2, etc. xn ആയിരിക്കും. ആൻഡ് വാട്ട് ഈസ് അവർ x1, x2, etc. xn? ദിസ് ഈസ് x star. This is our x star. That is, this x star is a convex combination of two distinct feasible solutions. That means this x star is a convex combination of these two feasible solutions by selecting lambda is equal to 1/2. അല്ലേ? ലാംഡേനെ 1/2 ആയിട്ട് ചൂസ് ചെയ്യണമെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു ലാംഡ x1 പ്ലസ് 1 മൈനസ് ലാംഡ x2 ഈക്വൽ ടു x star. That is, this x star is a convex combinations of this x1 and x2. അങ്ങനെ suppose we have two feasible solutions. ഈ എക്സ് സ്റ്റാറിനെ നമുക്ക് മറ്റ് രണ്ട് ഫീസിബിൾ സൊല്യൂഷൻ്റെ കോൺവെക്സ് കോമ്പിനേഷനായി എഴുതി, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റിനെ നമ്മൾ മറ്റ് രണ്ട് പോയിന്റ്സിൻ്റെ കോൺവെക്സ് കോമ്പിനേഷനായി എഴുതി എന്നതിൻ്റെ അർത്ഥം ആ എക്സിന് ഒരിക്കലും എന്താവാൻ പറ്റില്ല, ഒരു എക്സ്ട്രീം ആവാൻ പറ്റില്ല. കാരണം ഇഫ് സം 1/2 x1 പ്ലസ് 1/2 x2 ഈക്വൽ ടു എക്സ് സ്റ്റാർ ആണെങ്കിൽ ഈ എക്സ് സ്റ്റാറിനെ നമുക്ക് ഇങ്ങനെ റിപ്രസെൻ്റ് ചെയ്യാൻ പറ്റിയാൽ ഈ എക്സ് സ്റ്റാറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ x1ൻ്റെയും x2ൻ്റെയും വാല്യൂവിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും, അതിൻ്റെ ഇടയിലായിരിക്കും. ഇതിനൊരിക്കലും ഒരു മിനിമം വാല്യൂ ആവാൻ പറ്റില്ല, മാക്സിമം വാല്യൂ ആവാൻ പറ്റില്ല. ആൻഡ് ഹിയർ വി ഷോഡ് ദാറ്റ് ദിസ് എക്സ് സ്റ്റാർ ഈസ് എ കോൺവെക്സ് കോമ്പിനേഷൻ ഓഫ് this feasible solution x1 and x2. That means this x star is not a extreme point. പക്ഷെ നമ്മുടെ അസംപ്ഷൻ പ്രകാരം this x star is extreme point ആയിരുന്നു. So this is a contradiction. That means our a1, a2, etc. ap are linearly independent, which implies our x star is a basic feasible solution. This is the proof. Okay.
we have a note. The number of extreme points of the convex set of a feasible solution is finite. അതായത് ഒരു ഫീസിബിൾ സൊല്യൂഷൻ്റെ കോൺവെക്സ് സെറ്റിൻ്റെ നമ്പർ ഓഫ് എക്സ്ട്രീം പോയിൻറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഫൈനൈറ്റ് ആയിരിക്കും. കാരണം ഇപ്പം നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത ഈ തീരത്തിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും ദർ ഇസ് എ 1-to-1 കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ദ എക്സ്ട്രീം പോയിൻറ്റ്സ് ആൻഡ് ദ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. എക്സ്ട്രീം പോയിൻറ്റും അതുപോലെ തന്നെ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ തമ്മിൽ ഒരു 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ട് എന്നാണ് ആക്ച്വലി ഈ തിയറം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഫൈനൈറ്റ് നമ്പറിലായിരിക്കും. ദാറ്റ് ഇംപ്ലൈസ് ദ എക്സ്ട്രീം പോയിൻറ്റ്സ് ഓഫ് ദ കോൺവെക്സ് സെറ്റ് ഓഫ് ഫീസിബിൾ സൊല്യൂഷൻസ് ആർ ഓൾസോ ഫൈനൈറ്റ് ഇൻ നമ്പർ. ആൻഡ് നെക്സ്റ്റ് നോട്ട്, an extreme point can have at most m possible exchanges where m is number of constraints. അതായത് ഇപ്പോൾ നമ്മൾ എക്സ്റ്റാർ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു ഡിനോട്ട് ചെയ്തത്? എക്സ്റ്റാർ ഈക്വൽ ടു സം x1 x2 എക്സെട്ര xn ആയിരുന്നു അല്ലേ? ആൻഡ് സെക്കൻഡ് നോട്ട് പറയുന്നത് ഒരു ഇങ്ങനത്തെയുള്ള ഒരു എക്സ്ട്രീം പോയിന്റിന് ദിസ് ക്യാൻ ഹാവ് അറ്റ് മോസ്റ്റ് എം പോസിറ്റീവ് എക്സ്ചേസ്. ഇതിന് മാക്സിമം എം പോസിറ്റീവ് എക്സ്ചേസ് ആയിരിക്കും ഉണ്ടാവുക. വേർ എം ഡിനോട്ട് ദ നമ്പർ ഓഫ് കൺസ്ട്രെയിൻറ്റ്സ്. ഓക്കെ, so this is our proof. Now next we discuss fundamental theorem of linear programming. Fundamental theorem of linear programming. Next we have fundamental theorem of linear programming. This states that if the feasible solution of an LPP is a convex polyhedral, if the feasible region of an LPP is a convex polyhedral, then there exists an optimal solution. There exists an optimal solution to the LPP, and at least one basic feasible solution must be optimal. Okay, എന്താണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് സ്റ്റേറ്റ് ചെയ്യുന്നത്? If the feasible region of an LPP is a convex polyhedral, then there exists an optimal solution to the LPP, and at least one basic feasible solution must be optimal. Okay, അതായത് ഒരു LPPയുടെ ഫീസിബിൾ റീജിയൻ ഒരു കോൺവെക്സ് പോളിഹെഡ്രൽ ആണെങ്കിൽ അവിടെ ആ LPPക്ക് അവിടെ ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. കൂടാതെ കുറഞ്ഞത് ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എങ്കിലും ഒപ്റ്റിമലും ആയിരിക്കും. ഇതാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് പ്രൂഫ് നോക്കാം. ആൻഡ് വി ലെറ്റ് അവർ LPP be maximize Z equal to C transpose into X subject to the constraints AX equal to B, X greater than or equal to 0, where C X belongs to Rn and B belongs to R. Okay, അങ്ങനെയാണെങ്കിൽ this is our LPP. ഓക്കെ, എന്നിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഈ LPPൻ്റെ ഫീസിബിൾ റീജിയൻ ഒരു കോൺവെക്സ് പോളിഹെഡ്രൽ ആണെങ്കിൽ ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് കുറഞ്ഞത് ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഒപ്റ്റിമൽ ആയിരിക്കും. ഓക്കെ, സോ വി നെക്സ്റ്റ് കൺസിഡർ ദ ഫീസിബിൾ റീജിയൻ ഓഫ് ദിസ് LPP അല്ലേ? നമുക്കപ്പോൾ ഈ LPPൻ്റെ ഫീസിബിൾ റീജിയൻ നെക്സ്റ്റ് നോക്കണം. ദെൻ ദ ഫീസിബിൾ റീജിയൻ ഓഫ് ദ LPP ഈസ് the feasible region of the LPP, we can denote it by some S. S equal to set of all X such that ഈ LPPൻ്റെ
ഫീസിബിൾ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിനകത്തുള്ള ദ സെറ്റ് ഓഫ് ഓൾ എക്സ് ആയിരിക്കും. ആ എക്സ് സാറ്റിസ്ഫൈസ് ദിസ് കൺസ്ട്രെയിൻറ്റ്സ് എ എക്സ് ഈക്വൽ ടു പി യും എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ? ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സുകളായിരിക്കും ഈ എൽ പി പിൻ്റെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ ഫീസിബിൾ റീജിയൻ ഓഫ് ദ എൽ പി പി ഡിനോട്ടഡ് ബൈ എസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് വിച്ച് satisfy ax equal to b and x greater than or equal to 0. And given that this feasible region is a convex polyhedron, that is ഈ എസ് എന്ന് പറയുന്നത് ഒരു കോൺവെക്സ് പോളിഹെഡ്രൺ ആണ് തന്നിട്ടുണ്ട്. given S is a convex polyhedron implies since S is a convex polyhedron we can say that this S is non-empty. Since this is convex polyhedron, S is non-empty, closed and bounded. Okay. And what is our objective function? Our objective function Z equal to C transpose into X, where X belongs to S. And we know that our objective function is continuous function. അല്ലേ? നമ്മുടെ objective function എന്ന് പറയുന്നത് continuous function ആണ്. Therefore, the Z is a continuous function on S. That is, this set is a continuous function on a closed and bounded set S. ഒരു ഫംഗ്ഷൻ ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സെറ്റ്, അതായത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ എ കോമ്പാക്ട് സെറ്റ് അറ്റൈൻ ഇറ്റ്സ് മാക്സിമം ഓൺ ദാറ്റ് സെറ്റ്. സപ്പോസ് വി ഹാവ് എ കോമ്പാക്ട് സെറ്റ് ആൻഡ് വി ഹാവ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇഫ് there is a continuous function on a compact set, then that function attains its maximum or minimum. അല്ലേ? ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സെഡ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ആൻഡ് വി ഡിഫൈൻ ദിസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ദ കോമ്പാക്ട് സെറ്റ് എസ്, വിച്ച് ഇംപ്ലൈസ് ദിസ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അറ്റൈൻസ് ഇറ്റ്സ് മാക്സിമം ഓൺ എസ്. which implies Z attains its maximum on S. Why? Since this our objective function is continuous and S is compact. A continuous function on a compact set attains its maximum on the set. Then we can say that this set attains its maximum on S. This proves the existence of optimal solution. അല്ലേ? അതായത് നമ്മുടെ പ്രോബ്ലം എന്തായിരുന്നു? എൽ പി പി എന്ന് പറഞ്ഞാൽ മാക്സിമം സെഡ് ഈസ് ഈക്വൽ ടു സി ട്രാൻസ്പോസ് ഇൻഡെക്സ്. ഇതിനൊരു മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണമായിരുന്നു. അപ്പോൾ നമുക്കിവിടെ കിട്ടി ഈ സെഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മാക്സിമം വാല്യൂ എസിനകത്ത് അറ്റൈൻ ചെയ്യുന്നുണ്ട്. ദിസ് പ്രൂവ്സ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഒപ്റ്റിമൽ സൊല്യൂഷൻ. സോ നമ്മൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നു ഒരു എൽ പി പിൻ്റെ ഫീസിബിൾ റീജിയൻ ഒരു കോൺവെക്സ് പോളിഹെഡ്രൺ ആണെങ്കിൽ ദെൻ ദർ എക്സിസ്റ്റ് ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ടു ദ എൽ പി പി. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു. ഇവിടെ അങ്ങനെയാണെങ്കിൽ ഈ എൽ പി പിക്ക് ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് വൺ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ മസ്റ്റ് ബി ഒപ്റ്റിമൽ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ്. നൗ വാട്ട് ഈസ് അവർ എസ്? Our S is a convex polyhedron. Given that our S is a convex polyhedron, since S is a convex polyhedron, it has finite number of extreme points. It has finite number of extreme points. Since S is a convex polyhedron, it has finite number of extreme points. And let this be some x1, x2, etc. xk. We suppose that this x1, x2, etc. xk belongs to S with the extreme point of this S. Then x can be written, this S can be written as S equal to x1, x2, etc. xk. Then any x belongs to S, then any x belongs to x can be written as a convex combination of this extreme point. What is our S equal to x1, x2, etc. xk. Then for any x belongs to S, we can represent this x as a convex combination of this extreme point. That is, any x belongs to x equal to summation j equal to 1 to k alpha j xj, where alpha j greater than or equal to 0 and summation alpha j equal to 1, j equal to 1, 2, 3, etc. up to k. അല്ലേ? ഈ ഇങ്ങനെ റിപ്രസെൻറ്റ് ചെയ്താൽ ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? കോൺവെക്സ് കോമ്പിനേഷൻ ഓഫ് ദിസ് x1, x2, etc. xc ആണ്. സിൻസ്
അവർ ആൽഫ ജെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0യും സമ്മേഷൻ ആൽഫ ജെ ഈക്വൽ ടു 1ഉമാണ് അല്ലേ. ഇനി ലെറ്റ് സെഡ് നോട്ട് ഈക്വൽ ടു മാക്സിമം ഓഫ് സി ട്രാൻസ്പോസ് എക്സ് ജെ ഈക്വൽ ടു 1, 2, 3 etc. k. Let we define let set not equal to maximum of C transpose into xj j equal to 1, 2, 3 etc. k. That is, we suppose that this set not is the maximum value of the objective function for xj. This set not is the maximum value of the objective function for xj. അല്ലേ, നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്തായിരുന്നു? സി ട്രാൻസ്പോസ് ഇൻറ്റു എക്സ് ആയിരുന്നു. ആൻഡ് ദിസ് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഫോർ എക്സ് ജെ. ദെൻ ഫോർ എനി എക്സ് ബിലോങ്സ് ടു എസ്, സെഡ് ഈക്വൽ ടു സി ട്രാൻസ്പോസ് എക്സ് അല്ലേ. നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സെഡ് ഈക്വൽ ടു സി ട്രാൻസ്പോസ് ഇൻറ്റു എക്സ് ആയിരുന്നു. ദിസ് ഈസ് ഈക്വൽ ടു സി ട്രാൻസ്പോസ് ഇൻറ്റു വാട്ട് ഈസ് അവർ എക്സ്. എക്സ് ഈസ് ഈക്വൽ ടു ഫ്രം ദിസ് summation j equal to 1 to k alpha j xj. This can be written as is equal to summation alpha j into c transpose into xj. Okay, and which is less than or equal to summation alpha j set note. That is, നമുക്കറിയാം ഈ സി ട്രാൻസ്പോസ് ഇൻറ്റു എക്സ് ജെൻ്റെ മാക്സിമം വാല്യൂ ആണ് സെഡ് നോട്ട് എന്ന് പറയുന്നത്. സോ വി റീപ്ലേസ് ദിസ് സി ട്രാൻസ്പോസ് ഇൻറ്റു എക്സ് ജെ ബൈ ഇറ്റ്സ് മാക്സിമം വാല്യൂ സെഡ് നോട്ട്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദിസ് summation alpha j set note equal to set note. That is, we get set less than or equal to set note for any x belongs to S. What is set? Set is the maximum value of the objective function for x. Alle, what is our set? Set is the maximum value for our objective function for set, and set note is the maximum value of the objective function for xj. That is, the maximum value of z is attained at some xj. That means the maximum value of z is attained at some xj. That is, the maximum value of z is attained only at any of the extreme point of s. അതായത് മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത് ഏതോ എനി ഓഫ് ദ എക്സ്ട്രീം പോയിന്റിലാണ്. ദാറ്റ് ഈസ് അറ്റ്ലീസ്റ്റ് വൺ എക്സ്ട്രീം പോയിന്റ് ഓഫ് എസ് yields an optimum solution. That is, at least one extreme point of S yields an optimal solution. This is our proof. Okay. Next we have a note which says that if the optimal solution of Z is attained at more than one extreme point of Z, അതായത് ഇവിടെ നമുക്ക് കിട്ടിയത് ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്, ഒപ്റ്റിമം വാല്യൂ എന്ന് പറയുന്നത് അറ്റൈൻ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു എക്സ്ട്രീം പോയിന്റിലാണെന്നാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത് അല്ലേ. ഇനി സപ്പോസ് ചെയ്യുക സെഡിൻ്റെ ഒപ്റ്റിമം വാല്യൂ എന്ന് പറയുന്നത് ഒന്ന് കൂടുതൽ എക്സ്ട്രീം പോയിന്റ്സിൽ അറ്റൈൻ ചെയ്യുന്നുണ്ട് വിചാരിക്കുക. ഒരെണ്ണമല്ല, ഒന്ന് കൂടുതൽ സം XJ1, XJ2 അങ്ങനെ ഏതെങ്കിലും ഒന്ന് കൂടുതൽ എക്സ്ട്രീം പോയിന്റ്സിൽ ഈ സെഡിൻ്റെ ഒപ്റ്റിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നുണ്ട് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ then every convex combination of such extreme point is also provides an optimal solution to the LPP. അങ്ങനെയാണെങ്കിൽ ആ എക്സ്ട്രീം പോയിന്റ്സുകളുടെ ഏത് കോൺവെക്സ് കോമ്പിനേഷൻ എടുത്താലും ആ കോൺവെക്സ് കോമ്പിനേഷൻ നമുക്ക് എന്ത് ചെയ്യും? ദാറ്റ് പ്രൊവൈഡ് ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ടു ആൻ LPP. ഓക്കെ, അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ടു എൻ LPP ഈസ് എയ്തർ യൂണിക് ഓർ ഇൻഫൈനൈറ്റ് ഇൻ നമ്പർ. ഒന്നെങ്കിൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് യൂണീക്ക് ആയിരിക്കും. എപ്പോഴായിരിക്കും യൂണീക്ക് ആയിരിക്കുന്നത്? ഏതെങ്കിലും ഒരു എക്സ്ട്രീം പോയിന്റിൽ ഒപ്റ്റിമം വാല്യൂ കിട്ടുമ്പോൾ അത് യൂണീക്ക് ആയിരിക്കും. അല്ലെങ്കിൽ
ദാറ്റ് ഈസ് ഇൻഫൈനൈറ്റ് നമ്പർ. ഇൻഫൈനൈറ്റ് നമ്പർ എപ്പോഴായിരിക്കും ഉണ്ടാവുന്നത്? അതായത് നമുക്ക് ആ സെഡിൻ്റെ ഒപ്റ്റിമം വാല്യൂ എന്ന് പറയുന്നത് ഒന്ന് കൂടുതൽ എക്സ്ട്രീം പോയിന്റ്സ് കിട്ടുന്നുണ്ട് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റ്സുകളുടെ ഒക്കെ ലീനിയർ കോമ്പിനേഷനിൽ എന്ത് കിട്ടും? നമുക്ക് ഒപ്റ്റിമം വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് that optimal solution at when LPP is infinite in number ആയിരിക്കും. Okay, next we have a minimax theorem. Minimax theorem. What is minimax theorem? Minimax theorem. Minimax theorem. The theorem states that let f be a linear function of n variables. Let f be a linear function of n variables such that f of x star is its minimum value. Minimum value for some point x star belongs to R. Then minus f of x attains its maximum at the point x star. Moreover, for x belongs to Rn, minimum of f of x equals minus maximum of minus f of x. This is minimax theorem. എന്താണ് മിനിമാക്സ് തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത്? ലെറ്റ് എഫ് ബി എ ലീനിയർ ഫംഗ്ഷൻ ഓഫ് n വേരിയബിൾസ് സച്ച് ദാറ്റ് f of x star is its minimum value for some point x star belongs to Rn. Then minus f of x attains maximum at the point x star. For x belongs to Rn, minimum of f of x equal to minus of maximum of minus f of x. Okay. Now proof. Consider, now we discuss the proof of this theorem. Given that f of x star is the minimum of f of x, അല്ലേ? നമുക്ക് തന്നിട്ടുണ്ട് എഫ് എന്ന് പറയുന്നത് n വേരിയബിൾസ് ഉള്ള ഒരു ലീനിയർ ഫംഗ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ such that f of x star is the minimum value for some point x star belongs to R. That is, f of x star is a minimum of f of x. This is f of x star is a minimum of f of x. Already നമ്മൾ given ആണ്. If f of x star is a minimum of f of x, this implies f of x star less than or equal to f of x for every x belongs to R. Since this f of x star is the minimum of f of x, we have f of x star less than or equal to f of x for every x belongs to R, which implies minus of f of x star, which implies minus of f of x star greater than or equal to minus of f of x for every x belongs to R from this. Okay. That means this minus f of x attain its maximum at the point x star. അല്ലേ? ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടിയ മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് സ്റ്റാർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ്. ദാറ്റ് മീൻസ് this minus f of x attains its maximum at the point x star, and the maximum value of maximum of minus f of x. The maximum of minus f of x എന്ന് പറയുന്നത് എന്താണ്? Minus of f of x star. Minus of f of x star. Let it be some star. Okay. No, this is not be noted. From this we get the maximum of minus f of x equal to minus of f of x star. This implies minus maximum of, we multiply with minus 1 on both sides.
that is minus of maximum of minus f of x equals, if you multiply minus 1 with this become plus. So this is f of x star. This is our star. Okay. Now we have minimum of f of x. We have minimum of f of x equal to f of x star. Minimum of f of x is f of x star. This is f of x star. Therefore, minimum of f of x equal to minimum of f of x equal to f of x star equals. From this we get f of x star equal to minus of maximum of minus f of x. This is equal to minus maximum of minus f of x by our star. That is minimum of f of x equal to minus of maximum of minus f of x. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, ഒന്നുകൂടി നമുക്കത് ഡിസ്കസ് ചെയ്യാം. മിനിമാക്സ് തിയറം ഇതായിരുന്നു സ്റ്റേറ്റ് ചെയ്തത്. എഫ് എന്ന് പറയുന്നത് n വേരിയബിൾസ് ഉള്ള ഒരു ലീനിയർ ഫംഗ്ഷൻ ആണ്, സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് സ്റ്റാർ ഈസ് ദ മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഫോർ സം പോയിന്റ് എക്സ് സ്റ്റാർ. അങ്ങനെയാണെങ്കിൽ ദെൻ മൈനസ് എഫ് ഓഫ് എക്സ് അറ്റൈൻസ് ഇറ്റ്സ് മാക്സിമം അറ്റ് ദ പോയിന്റ് എക്സ് സ്റ്റാർ. And for x belongs to Rn, minimum of f of x equal to minus of maximum of minus f of x. ഇതായിരുന്നു പ്രൂവ് ചെയ്തിരുന്നത്. So since this f of x star is a minimum of f of x, we have f of x star less than or equal to f of x for every x belongs to Rn. And if we multiply this inequality with minus 1, this become minus f of x star greater than or equal to minus f of x. That means this minus f of x attains its maximum at x star, and the maximum value of minus f of x equal to minus of f of x star. And again I multiply this equation with the minus 1, then it become minus maximum of minus f of x equal to f of x star. Let it be star. And we have minimum of f of x equal to f of x star. From this minimum of f of x equal to f of x star, and we have our f of x star equal to minus of maximum of minus f of x. That implies minimum of f of x equal to minus of max. Minimum of f of x equal to minus of maximum of minus f of x. Okay. Now we have a problem. Verify the minimax theorem. Verify the minimax theorem for the function f of x equal to 9, 7, 5, 3, 1. Verify the minimax theorem for this function. Verify minimax theorem for this function എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്? മിനിമം ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് മാക്സിമം ഓഫ് മൈനസ് എഫ് ഓഫ് എക്സ് ആണോ എന്ന് ചെക്ക് ചെയ്യണം വേണ്ടത്. സോ വാട്ട് ഈസ് ദിസ് ഇസ് എഫ് ഓഫ് എക്സ്, ദെൻ വാട്ട് ഈസ് അവർ മൈനസ് എഫ് ഓഫ് എക്സ്? മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു minus 9, minus 7, minus 5, minus 3, minus 1. Then what is maximum of minus f of x? Maximum of minus f of x equal to minus 1. അല്ലേ, ഇതിലെ മാക്സിമം എന്ന് പറയുന്നത് minus 1 ആണ്. From this we get minus of maximum of minus f of x. That is, I multiply this equation with the minus 1, then it become minus maximum of minus f of x equal to 1. Also, what is minimum of f of x? Minimum of f of x equal to 1. That is, we get minimum of f of x equal to minus maximum of minus f of x. This is the proof.